ഇന്ത്യൻ മധ്യവർഗത്തിന്റെയും യുവാക്കളുടെയും ഇടയിൽ വിദേശ പഠനം എന്നത് കേവലം ഒരു വിദ്യാഭ്യാസ പദ്ധതിയല്ല, അതൊരു ജീവിത ലക്ഷ്യമാണ്. മെച്ചപ്പെട്ട ജീവിത സാഹചര്യം, ഉയർന്ന ശമ്പളം, ആധുനികമായ സാമൂഹിക വ്യവസ്ഥിതി എന്നിവ ലക്ഷ്യമിട്ട് ഓരോ വർഷവും ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളാണ് വിദേശ രാജ്യങ്ങളിലേക്ക് പറക്കുന്നത്. എന്നാൽ 2026 ആഗോള സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ വിദേശ സ്വപ്നം ഒരു വലിയ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുന്നതായി കാണാം. പഠനം കഴിഞ്ഞ് വിദേശത്ത് തന്നെ ജോലി കണ്ടെത്തി ജീവിതം കരുപിടിപ്പിക്കാമെന്ന മോഹം പലർക്കും ഒരു മരീചികയായി മാറുകയാണ്. കഴിഞ്ഞ കുറച്ച് ദശകങ്ങളായി വിദേശത്തേക്ക് പോകുന്ന വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ വൻ വർധനവ് രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ 2025ഓടെ ഈ പ്രവണതയിൽ വലിയൊരു ഇടിവ് ദൃശ്യമായി. സർക്കാർ കണക്കുകൾ പ്രകാരം 2023 ഏകദേശം 9,08,364 പേരാണ് പഠനത്തിനായി വിദേശത്തേക്ക് പോയതെങ്കിൽ 2025 അത് 6,26,606 കുറഞ്ഞു. ഏകദേശം 3 ലക്ഷത്തോളം വിദ്യാർത്ഥികളുടെ കുറവാണ് ഇവിടെ കാണുന്നത്. ഇതിനോടൊപ്പം തന്നെ ശ്രദ്ധേയമായ മറ്റൊരു കണക്ക് F1 ഇൻഷുറൻസുകളുടേതാണ്. 2025 ജൂൺ ഓഗസ്റ്റ് കാലയളവിൽ മുൻവർഷത്തെ അപേക്ഷിച്ച് 67% കുറവാണ് ഇൻഷുറൻസ് എടുക്കുന്നവരുടെ എണ്ണത്തിലുണ്ടായത്. വിദേശത്തേക്ക് പോകാൻ തയ്യാറെടുക്കുന്നവർ പകുതിയിലധികം കുറഞ്ഞു എന്നത് വിദേശ പഠന വിപണിയിലെ വലിയൊരു തകർച്ചയാണ് സൂചിപ്പിക്കുന്നത്. പഠനം കഴിഞ്ഞ ഉടൻ ഇന്ത്യയിലേക്ക് മടങ്ങുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നത് ഈ മേഖലയിലെ വിദഗ്ധർ ആശങ്കപ്പെടുത്തുന്നുണ്ട്. വിദ്യാർത്ഥികളെ ഏറ്റവും കൂടുതൽ തളർത്തുന്നത് വിദേശ രാജ്യങ്ങൾ ഓരോ ദിവസവും കടുപ്പിച്ചുകൊണ്ടിരിക്കുന്ന വിസ നിയമങ്ങളാണ്. UK, കാനഡ, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങൾ കുടിയേറ്റം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി കർശനമായ മാറ്റങ്ങളാണ് വരുത്തിയിരിക്കുന്നത്. പണ്ട് സ്റ്റുഡന്റ് വിസയിൽ പോകുന്നവർക്ക് തങ്ങളുടെ പങ്കാളിയെയും മക്കളെയും കൂടെ കൊണ്ടുപോകാമായിരുന്നു. എന്നാൽ UK ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഈ സൗകര്യം നിർത്തലാക്കി. ഇത് വിവാഹിതരായ വിദ്യാർത്ഥികളെയും കുടുംബത്തോടൊപ്പം വിദേശത്തെ സെറ്റിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെയും വലിയ രീതിയിൽ ബാധിച്ചു. പഠനശേഷം ജോലി നോക്കാൻ നൽകിയിരുന്ന സമയപരിധി പല രാജ്യങ്ങളും വെട്ടിക്കുറച്ചു, അല്ലെങ്കിൽ അതിന് കടുത്ത നിബന്ധനകൾ ഏർപ്പെടുത്തി. നിശ്ചിത ശമ്പള പരിധിയിൽ കുറഞ്ഞ ജോലി ലഭിച്ചാൽ വിസ പുതുക്കാൻ കഴിയില്ലെന്ന നിയമം തുടക്കക്കാരായ വിദ്യാർത്ഥികൾക്ക് വലിയ വെല്ലുവിളിയാണ്. പഠനം പൂർത്തിയാക്കിയാലുടൻ ഉയർന്ന ശമ്പളമുള്ള ജോലി ലഭിക്കുമെന്നത് പണ്ടത്തെ കാര്യമാണ്. ഇന്നത്തെ ആഗോള സാമ്പത്തിക മന്ദത തൊഴിൽ വിപണിയെ സാരമായി ബാധിച്ചിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളിൽ ഒരു ജോലി ലഭിക്കണമെങ്കിൽ ഇന്ന് കേവലം ബിരുദം മാത്രം പോരാ, മറിച്ച് ആ രാജ്യത്തിന്റെ കമ്പനികൾക്ക് നിങ്ങളെ സ്പോൺസർ ചെയ്യാനുള്ള സാമ്പത്തിക ശേഷിയും താല്പര്യവും ഉണ്ടാകണം. തൊഴിലുടമ സ്പോൺസർ ചെയ്യുന്ന വിസകൾക്ക് ഇപ്പോൾ വൻ തുകയാണ് കമ്പനികൾ ചിലവാക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ പ്രാദേശിക ഉദ്യോഗാർത്ഥികളെ ഒഴിവാക്കി ഒരു വിദേശ വിദ്യാർത്ഥിയെ ജോലിക്കെടുക്കാൻ കമ്പനികൾ മടിക്കുന്നു. പ്രത്യേകിച്ചും എൻട്രി ലെവൽ തസ്തികകളിൽ വിദേശികളെ സ്പോൺസർ ചെയ്യുന്നത് കമ്പനികൾക്ക് ലാഭകരമല്ലാത്ത ഒന്നായി മാറി. ഇത് പഠനം കഴിഞ്ഞിറങ്ങുന്ന ലക്ഷക്കണക്കിന് ഇന്ത്യൻ വിദ്യാർത്ഥികളെ വഴിമുട്ടിക്കുന്നു. വിദേശ പഠനം എന്നത് ഭൂരിഭാഗവും ഇന്ത്യൻ കുടുംബങ്ങൾക്കും കടബാധ്യതകളിലൂടെ നടപ്പിലാക്കുന്ന ഒന്നാണ്. വീടോ സ്ഥലമോ പണയം വെച്ച് ബാങ്ക് ലോണുകളെ ആശ്രയിച്ചുമാണ് പലരും ഈ റിസ്ക് എടുക്കുന്നത്. രൂപയുടെ മൂല്യം ആഗോള വിപണിയിൽ ഇടിയുന്നത് വിദ്യാർത്ഥികൾക്ക് ഇരട്ടി പ്രഹരമാണ് നൽകുന്നത്. രൂപയുടെ മൂല്യം കുറയുമ്പോൾ വിദ്യാർത്ഥികൾ അടയ്ക്കേണ്ട ട്യൂഷൻ ഫീസും ജീവിത ചെലവും വർദ്ധിക്കുന്നു. പണ്ട് കണക്കാക്കിയിരുന്നതിനേക്കാൾ വലിയൊരു തുക ലോൺ തിരിച്ചടവിനായി കണ്ടെത്തേണ്ടി വരുന്നു. വിദേശത്ത് പാർട്ട് ടൈം ജോലികൾ ചെയ്ത് ലോൺ അടയ്ക്കണമെന്ന മോഹവും ഇന്ന് പല രാജ്യങ്ങളിലും പ്രതിസന്ധിയിലാണ്. കുറഞ്ഞ വേതനവും ഉയർന്ന ജീവിത ചെലവും വിദ്യാർത്ഥികളെ മാനസികമായും സാമ്പത്തികമായും തളർത്തുന്നു. ഇത് പലരെയും പഠനം പാതി വഴിയിൽ ഉപേക്ഷിക്കാനോ അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞാൽ ഉടൻ നാട്ടിലേക്ക് മടങ്ങാനോ പ്രേരിപ്പിക്കുന്നു. സാങ്കേതിക വിദ്യാരംഗത്തുണ്ടായ കുതിച്ചുചാട്ടം വിദേശ തൊഴിൽ വിപണിയെ കീഴ്മേൽ മറിച്ചിരിക്കുകയാണ്. AI വ്യാപകമായതോടെ IT മേഖലയിലെയും ഡേറ്റ എൻട്രി മേഖലയിലെയും പല ജോലികളും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. മുൻകാലങ്ങളിൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് എളുപ്പത്തിൽ ലഭിച്ചിരുന്ന പല ജൂനിയർ ലെവൽ ജോലികളും ഇന്ന് AI ഏറ്റെടുത്തു കഴിഞ്ഞു. ഗ്ലോബൽ ഹയറിംഗ് എന്ന പ്രതിഭാസം തന്നെ ഏതാണ്ട് അവസാനിച്ച മട്ടാണ്. ഒരു രാജ്യത്തിരുന്ന് മറ്റൊരു രാജ്യത്തെ കമ്പനിക്ക് വേണ്ടി ജോലി ചെയ്യുന്ന രീതിയും സ്വന്തം രാജ്യത്തെ പൗരന്മാർക്ക് മുൻഗണന നൽകുന്ന രീതിയും വർദ്ധിച്ചു. ഇത് വിദേശത്ത് പോയി കരിയർ കെട്ടിപ്പടുക്കാൻ ആഗ്രഹിക്കുന്നവരുടെ വഴി അടയ്ക്കുന്നു. വിദേശ പഠന വിപണിയിലെ മറ്റൊരു പ്രധാന ചതിക്കുഴി റാങ്കിംഗ് കുറഞ്ഞ അല്ലെങ്കിൽ നിലവാരമില്ലാത്ത കോളേജുകളാണ്. ഉയർന്ന റാങ്കിംഗ് ഉള്ള യൂണിവേഴ്സിറ്റികളിൽ പ്രവേശനം ലഭിക്കാത്ത വിദ്യാർത്ഥികളെ ഏജന്റുമാർ ഇത്തരം മൂന്നാംകിട കോളേജുകളിലേക്ക് തിരിച്ചുവിടുന്നു. ഇത്തരം സ്ഥാപനങ്ങൾ പഠിച്ചിറങ്ങുന്നവർക്ക് ആ രാജ്യത്തെ തൊഴിൽ വിപണിയിൽ യാതൊരു പരിഗണനയും ലഭിക്കാറില്ല. പ്ലേസ്മെന്റ് സപ്പോർട്ട്, ഇൻഡസ്ട്രി നെറ്റ്വർക്കിംഗ് തുടങ്ങിയ സൗകര്യങ്ങൾ ഇത്തരം കോളേജുകളിൽ ഉണ്ടാകില്ല. വൻതുക ഫീസായി നൽകി പഠിച്ചിറങ്ങുമ്പോൾ ഒരു ജോലി പോയിട്ട് ഒരു ഇന്റേൺഷിപ്പ് പോലും ലഭിക്കാത്ത അവസ്ഥയാണിവിടെ. ഇത് വിദ്യാർത്ഥികളെ നിരാശയിലേക്ക് തള്ളിവിടുകയും നാട്ടിലേക്ക് മടങ്ങാൻ നിർബന്ധിതരാക്കുകയും ചെയ്യുന്നു. വിദേശത്തെ പ്രതിസന്ധികൾ ഒരു വശത്തുണ്ടെങ്കിലും മറുവശത്ത് ഇന്ത്യയിലെ മാറുന്ന സാമ്പത്തിക സാഹചര്യങ്ങളും വിദ്യാർത്ഥികളുടെ മടങ്ങിവരവിനെ സ്വാധീനിക്കുന്നുണ്ട്. ഇന്ത്യ ഇന്ന് ലോകത്തെ അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നാണ്. സ്റ്റാർട്ടപ്പ് സംസ്കാരത്തിന്റെ വളർച്ചയും വിവിധ മേഖലകളിൽ വരുന്ന വിദേശ നിക്ഷേപങ്ങളും മികച്ച തൊഴിലവസരങ്ങളും നാട്ടിൽ തന്നെ ഒരുക്കുന്നുണ്ട്. വിദേശത്ത് പഠനം കഴിഞ്ഞ് തിരിച്ചെത്തുന്നവർക്ക് ഇന്ത്യയിലെ മൾട്ടിനാഷണൽ കമ്പനികൾ വലിയ പരിഗണന നൽകുന്നുണ്ട്. വിദേശത്തെ കടുത്ത ജീവിത സാഹചര്യങ്ങളെക്കാൾ നല്ലത് സ്വന്തം നാട്ടിലെ സൗകര്യങ്ങളാണെന്ന് പല വിദ്യാർത്ഥികളും തിരിച്ചറിയുന്നു.
ഇത് ബ്രെയിൻ ഡ്രെയിൻ എന്ന പ്രതിഭാസത്തിൽ നിന്നും ബ്രെയിൻ ഗെയിൻ എന്നതിലേക്ക് ഇന്ത്യയെ നയിക്കുന്നു. പല വിദേശ രാജ്യങ്ങളിലേക്കും ജീവിത ചെലവ് അനിയന്ത്രിതമായി വർദ്ധിച്ചിട്ടുണ്ട്. വീട്ടുവാടക, ഭക്ഷണം, യാത്രാക്കൂലി എന്നിവ മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇരട്ടിയായി. ഇതിനോടൊപ്പം തന്നെ വിദേശ വിദ്യാർത്ഥികൾ നേരിടുന്ന മറ്റൊരു പ്രശ്നം വംശീയമായ വിവേചനങ്ങളും സാമൂഹികമായ ഒറ്റപ്പെടലുമാണ്. കുടിയേറ്റ വിരുദ്ധ വികാരം പല രാജ്യങ്ങളിലും ശക്തിപ്പെടുന്നത് ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ സുരക്ഷിത ബോധത്തെ ബാധിച്ചിട്ടുമുണ്ട്. പഠനത്തോടൊപ്പം ജോലി ചെയ്ത് ജീവിക്കാം എന്നത് ഇന്ന് അസാധ്യമായ കാര്യമാണ്. പലരും ഒന്നിലധികം ജോലികൾ ചെയ്ത് തളരുകയും പഠനത്തിൽ ശ്രദ്ധിക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്നു. ഈ കഷ്ടപ്പാടുകൾക്കൊടുവിൽ ഒരു PR ലഭിക്കുമെന്ന ഉറപ്പും ഇന്നില്ല. വിദേശ പഠനം എന്നത് ഇന്ന് ഒരു മികച്ച അവസരം തന്നെയാണ്. എന്നാൽ അത് പഴയതുപോലെ എളുപ്പമുള്ള ഒന്നല്ല. കൃത്യമായ പ്ലാനിംഗ് ഇല്ലാതെ കേവലം ഒരു ഏജന്റിന്റെ വാക്ക് വിശ്വസിച്ച് വിദേശത്തേക്ക് പോകുന്നത് വലിയൊരു സാമ്പത്തിക കെണിയിൽ വീഴുന്നതിന് തുല്യമായിരിക്കും. ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. വിസ നിയമങ്ങളും സാങ്കേതിക വിദ്യയും സാമ്പത്തിക വ്യവസ്ഥയും ഒരുപോലെ വിദേശ വിദ്യാർത്ഥികൾക്ക് വെല്ലുവിളികൾ ഉയർത്തുന്നു. ഡിഗ്രിക്ക് ശേഷം ജോലി, പിന്നീട് വിസ, അത് കഴിഞ്ഞ് പിന്നെ PR എന്ന ലളിതമായ സമവാക്യം ഇന്ന് അപ്രസക്തമായിരിക്കുന്നു. പകരം ഓരോ ഘട്ടത്തിലും കടുത്ത പോരാട്ടവും സാമ്പത്തിക ശേഷിയും ആവശ്യമാണ്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ കേവലം ഒരു കുടിയേറ്റ മാർഗമായി ഇതിനെ കാണാതെ വിജ്ഞാനം തേടാനുള്ള ഒരു വേദിയായി മാത്രം കാണുകയും മാറുന്ന ആഗോള സാഹചര്യങ്ങളെക്കുറിച്ച് ബോധവാന്മാരാകുകയും ചെയ്യേണ്ടതും അനിവാര്യമാണ്. അല്ലാത്തപക്ഷം ഈ വിദേശ സ്വപ്നം പലർക്കും കണ്ണീരായി അവശേഷിപ്പിച്ചേക്കാം.